തൃശ്ശൂര് തെരഞ്ഞെടുപ്പിന്റെ വിജയം എങ്ങനെയാ സുരേഷ് ഗോപി എം പി ആയ 86,600 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. 18 മണ്ഡലങ്ങളിലും നിങ്ങൾ വിജയിച്ച് കേരളത്തിൽ 20-ൽ 18-ലും ചരിത്ര വിജയം നേടുമ്പോഴാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ 86,600 വോട്ട് കുറഞ്ഞത്. ഞങ്ങൾ 18 മണ്ഡലങ്ങളിൽ തോക്കുമ്പോഴും ഞങ്ങൾക്ക് തൃശ്ശൂർ 16,500 വോട്ട് വർദ്ധിച്ചു. നിങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വച്ചിരുന്നല്ലോ. കെ മുരളീധരൻ പലതവണ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ എങ്ങനെയാണ് തോറ്റത്, എങ്ങനെയാണ് കോൺഗ്രസ് വോട്ട് മറച്ചത്, ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് DCC ചർച്ച നടത്തിയില്ലേ, കുറെ റിപ്പോർട്ട് മാധ്യമങ്ങൾ വന്നില്ലേ. അതിൽ ഏറ്റവും കുറ്റക്കാരനായ പ്രതാപൻ അടക്കമുള്ളവർ ഇപ്പോഴും സ്ഥാനാർത്ഥിയല്ലേ. അങ്ങനെ തോറ്റത് എങ്ങനെയെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതല്ലേ. നിങ്ങളുടെ 86,500 വോട്ട് കുറയുമ്പോൾ BJP 70,000 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാണ് വോട്ട് മറച്ചത്? പകൽ പോലെ വ്യക്തമല്ലേ. അതുകൊണ്ട് ഇത്തരം വാദങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം. 2, നിയമമടക്കം നമ്മുടെ മുന്നിലില്ലേ. 62,000 വോട്ടുണ്ടായിരുന്നല്ലേ കോൺഗ്രസിന്. കെ കരുണാകരൻ തന്നെ ഒറ്റയ്ക്ക് മത്സരിച്ച മണ്ഡലമല്ലേ 82-ല് നിയമം ജയിച്ച മണ്ഡലമല്ലേ. മാളയിലും രണ്ടിടത്തും ഒരുമിച്ച് മത്സരിച്ചില്ലേ. അത് 13,860 വോട്ടായിട്ട് നിങ്ങളുടെ കുറഞ്ഞില്ലേ. എങ്ങനെയാ കഴിഞ്ഞ തവണ അത് വീണ്ടും 30,000 ആയിട്ട് ഉയർന്നേ? നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ വോട്ട് മറിച്ച് BJPക്ക് കൊടുത്തു. അങ്ങനെ രാജഗോപാൽ ജയിച്ചു. അതുപോലെ തന്നെ KG മാരാരുടെ പുസ്തകം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ കോൺഗ്രസ് BJP ഡീല്, കോലീബി ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് എഴുതിയിട്ടില്ലേ ആരാണ് നേതൃത്വം കൊടുത്തത്, ആരാണ് അതിന്റെ ചർച്ചകൾ നടത്തിയത്, എന്നിട്ട് ജനം അതിനെ തിരസ്കരിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.